ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പല നിറങ്ങളിൽ ഒരുപാട് പൂക്കൾ തരുന്ന ക്രൈസാന്തിമമാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. ജമന്തിയുടെ മറ്റൊരു പേരാണ് ക്രൈസാന്തിമം എന്നത്. ഇത് നമ്മുടെ നാടനല്ല, ഹൈബ്രിഡ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഹൈബ്രിഡ് ഇനങ്ങൾക്ക് സുഗന്ധം വളരെ അപൂർവമായിരിക്കും, എന്നാൽ നമ്മുടെ നാടൻ ഇനങ്ങൾക്കാണെങ്കിൽ നല്ല സുഗന്ധം ഉണ്ടായിരിക്കും. 4 കമ്പുകൾ ഒരു ചട്ടിയിൽ മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇത്രയും ബുഷിയായിട്ട് നമുക്ക് ഒരു ബൊക്കെ പോലെയൊക്കെ കാണാനായിട്ട് കഴിയും. എന്ത് രസമാണല്ലേ നമ്മുടെ ഈ ചെടികൾ കാണാനായിട്ട്. ഈ ചെടികളും പൂക്കളും ഒക്കെ തൊട്ട് നോക്കാനും നല്ല ഒരു സുഖം തന്നെയാണ് കേട്ടോ. ഇത് നമുക്കൊരു ബൊക്കെ പോലെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഫങ്ഷനുകൾക്കൊക്കെ പോകുമ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഇതുപോലെയുള്ള ലൈവ് പ്ലാന്റ്സ് നല്ലൊരു ഗിഫ്റ്റായിട്ട് തന്നെ കൊടുക്കാൻ കഴിയും. കമ്പു കോതി നട്ടുപിടിപ്പിച്ച ഈ ചെടി പ്രൂണിങ്ങിലൂടെയാണ് കേട്ടോ ഇത്രയും ബുഷിയായിട്ട് കാണാൻ കഴിയുന്നത്. സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെ പ്രൂണിങ് കഴിഞ്ഞ ഉടനെ തന്നെ ജൈവവളങ്ങൾ നമ്മൾ ഈ ചെടിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് വരികയും നിറയെ പൂമൊട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഈ ചെടികൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വളമിട്ട് കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ പൂക്കളൊക്കെ കൊഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അധികം ഉണങ്ങാനായിട്ട് അനുവദിക്കരുത് കേട്ടോ. അപ്പോൾ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ പൂക്കളെല്ലാം മുറിച്ച് മാറ്റി കളയേണ്ടതാണ്. അതോട് കൂടിയിട്ട് പുതിയ ശിഖിരങ്ങൾ വരികയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂക്കളും പൂമൊട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ ഈ ചെടികൾ നമുക്ക് എന്നും കാണാനായിട്ട് കഴിയും. പിന്നെ ഹൈബ്രിഡ് ഇനങ്ങളായതുകൊണ്ട് ചെടിയുടെ ഇലയിലേക്കും പൂമൊട്ടിലേക്കും പൂക്കളിലേക്കും ഒക്കെ വെള്ളം എത്താത്ത രീതിയിൽ ചെടിയുടെ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ചെടിയിൽ നിന്നും ചെറിയ കമ്പുകൾ മുറിച്ചെടുത്തിട്ട് നമുക്ക് അലോവേരയുടെ ജെല്ലിനകത്ത് ഒരു 5 മിനിറ്റ് മുക്കി വയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വെർമി കമ്പോസ്റ്റും അതിനുള്ളിൽ എന്തെങ്കിലും ജൈവവളങ്ങൾ ഇത്തിരി, അതായത് ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടം അല്ലെങ്കിൽ ചാണകപ്പൊടി, ഇത് എന്തെങ്കിലുമൊക്കെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പോട്ടി മിക്സിനകത്തേക്ക് നമ്മുടെ ചെടി ഒന്ന് നട്ടു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം ഒന്ന് തണലിലിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തണലത്തൊക്കെ ഇരുന്ന് നമ്മുടെ ചെടിയിൽ വേരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പതിയെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് നമ്മുടെ ചെടി അതിനകത്തേക്ക് പറിച്ച് നട്ടു കൊടുക്കാവുന്നതാണ്. അങ്ങനെയും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹൈബ്രിഡ് ജമന്തിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. പുതുവർഷം മുതൽ നമ്മൾ ഓർക്കിഡുകളുടെ എല്ലാ വെറൈറ്റീസും സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സീഡ്ലിങ് മുതൽ പൂക്കളുള്ള ചെടികൾ വരെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്കിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ രണ്ടിൻ്റെയും ലിങ്ക് നമ്മളിവിടെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കിഡ് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നോക്കൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.